ഹായ്, എല്ലാവർക്കും ഓട്ടോ ലോൺസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നോർമലി നമ്മളിപ്പോൾ നമ്മുടെ ലോണിൻ്റെ കാര്യങ്ങൾ, പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ എല്ലാവരോടും പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, അല്ലെങ്കിൽ അവർക്ക് ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഡയറക്റ്റ് ഒരു ഇൻഡിവിജ്വൽ സെല്ലർ അല്ലെങ്കിൽ ഒരു ഡീലറെ സമീപിച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് അവർക്ക് ലോണ് കിട്ടുമെങ്കിൽ ആ വഴിക്ക് പോകുന്നതല്ലേ നല്ലത്. ഓട്ടോ ലോൺസ് എന്ന് പറയുന്ന ഇൻ്റർമീഡിയറീസിനെ അവരെന്തിനാണ് അവരുടെ ഇടയ്ക്ക് നിർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഡീലറുടെ അടുത്താണ് നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെല്ലുന്നതെങ്കിൽ, അവരുടെ കയ്യിലുള്ള ഒരു വാഹനം നിങ്ങളിപ്പോൾ ഡീലറെ നേരിട്ട് സമീപിക്കുമ്പം നിങ്ങൾ ഒരു 0 ഡൗൺ പേയ്മെൻറ്റിലാണ് മേടിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അവരുടെ അടുത്ത് പറയുകയും കൂടി ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളൊരു ആവശ്യക്കാരനാണെന്ന്. അങ്ങനെ ഒരു ആവശ്യക്കാരൻ അവരുടെ അടുത്ത് സമീപിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ളൊരു വണ്ടി അവർ ഏറ്റവും മാക്സിമം എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമോ അത്രയും രൂപയ്ക്ക് നിങ്ങളുടെ മേൽ അവരങ്ങ് വച്ച് തരും വണ്ടി. അപ്പോൾ നിങ്ങൾ ബാക്കിയൊന്നും നോക്കില്ല, അവർ പറയും ഞങ്ങളെല്ലാ പേപ്പർ ഭാഗങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം, എല്ലാം ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ആ വണ്ടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താലും ആ വണ്ടിയുടെ അന്നേരത്തെ ഒരു അവസ്ഥയെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതൊരു ടാക്സി ഓടിയ വണ്ടിയാണോ, ഒരു റെൻ്റേ കാർ ഓടിയ വണ്ടിയാണോ, പ്രോപ്പർ സർവീസ് ഉണ്ടായിരുന്ന വണ്ടിയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു കോംപ്രിഹെൻസീവ് ടെസ്റ്റ് നടത്തിയാൽ പോലും നമുക്ക് അതിനെ ഫുള്ളായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഒരു പ്രശ്നം. അടുത്തത് നിങ്ങൾ വിചാരിക്കാം, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ഡീലറുടെ അടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ഇൻഡിവിജ്വൽ സെല്ലറെ പോയി കണ്ടു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നൊരു വാഹനം മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ആവില്ല എന്നുള്ളത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സെല്ലറാണ് നമ്മൾ സമീപിക്കുന്നതെങ്കിൽ നമ്മൾ ലോണിൻ്റെ കാര്യം അവരുടെ അടുത്ത് ആദ്യമേ പറയുമ്പോഴേ അവരൊന്ന് മുഖം ചുളിക്കും. കാരണം ഇൻഡിവിജ്വൽ സെല്ലർ ചിലപ്പോൾ വാഹനം വിൽക്കുന്നത് അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം ഉണ്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. അവരുടെ കയ്യിലുള്ള വണ്ടി ചിലപ്പോൾ നീറ്റ് വണ്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു പൈസയുമായിട്ട് വരുന്ന ഒരാൾക്ക് അവർ വാഹനം കൊടുക്കാൻ താല്പര്യപ്പെടുകയുള്ളൂ. കൂടാതെ ഇനിയിപ്പോൾ അവർക്ക് വാഹനം വിൽക്കാം, എന്നാൽ ലോണിൽ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല എന്ന് കരുതിയാലും അന്നേരമുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാങ്കിൽ നമ്മുടെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ബാങ്ക് നമുക്കൊരു LPO ആയിരിക്കും തരുന്നത്. ഈ LPOയുടെ ബേസിസിൽ വിൽക്കുന്ന ആൾ സാറിൻ്റെ പേരിലേക്ക്, അതായത് നിങ്ങൾ വാങ്ങുന്ന ആളുടെ പേരിലേക്ക് വാഹനം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ മുൽക്കിയെ നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഈ വിൽക്കുന്ന ആൾക്ക് പൈസ കിട്ടുള്ളൂ. നമുക്കറിയാവുന്ന ആളാണ് വിൽക്കുന്ന ആൾ എങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് തികച്ചും അപരിചിതനായിട്ടുള്ള ഒരാളാണ് ഈ വിൽക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ ലോണിൻ്റെ പ്രൊസീജിയർ, ഇത്രയും വരുന്ന ലോണിൻ്റെ പ്രൊസീജിയർ എല്ലാം ചെയ്ത് താങ്കളുടെ പേരിലേക്ക് വണ്ടിയെല്ലാം മാറ്റി തന്ന് എത്രയും ലോങ് ഒരു പ്രൊസീജിയറിന് അദ്ദേഹം ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ആവശ്യം വരുന്നത്. നമ്മുടെ സർവീസ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വണ്ടി നോക്കാം. UAE ഏത് എമിറേറ്റിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വണ്ടി നോക്കാം. ആ സെല്ലർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കും. എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനി പ്രൊസീജിയർ ഉണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെയാണ്. നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വിസയുടെ പേജും കൂടി ഞങ്ങൾക്കൊന്ന് അയച്ചു തരാം. ഞങ്ങളുടെ കമ്പനി ക്രെഡിറ്റ് ടീം അത് വെരിഫൈ ചെയ്തിട്ട് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം നോക്കാം. അപ്പോൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സമയവും അതിനുവേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന എന്തെങ്കിലും ചെറിയ പൈസ ഇപ്പോൾ നോക്കാനോ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പൈസയോ നിങ്ങൾക്ക് നഷ്ടം വരാതിരിക്കാനാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ആദ്യം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോൺ കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോയി വണ്ടി വാങ്ങാം. അവരുടെ അടുത്ത് ഒരിക്കലും ലോണിൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ അടുത്ത് ക്യാഷ് പറഞ്ഞ് സംസാരിക്കാം. സംസാരിച്ച് നിങ്ങൾക്ക് മാക്സിമം ബാർഗെയിൻ ചെയ്ത് വണ്ടി മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ നമ്മുടെ സർവീസ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എവിടെ നിന്നും വണ്ടി വാങ്ങാം. അതിനുള്ള പണം, മണി ഈസ് പവർ എന്ന് പറയുന്ന പോലെ തന്നെ പൈസ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ സ്വന്തം പൈസ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോയി നിങ്ങൾ വണ്ടി മേടിക്കുന്നത് പോലെ നമുക്ക് വണ്ടി മേടിക്കാം. അതിനുശേഷം ലോണിൻ്റെ പ്രൊസീജിയർ എല്ലാം ചെയ്ത് ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും ലോൺ അറേഞ്ച് ചെയ്ത് ആ ലോണിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് തരുന്ന ടൈമിൽ, നിങ്ങൾ ലോണിൻ്റെ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന ടൈമിൽ വാഹനം നമ്മൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. ഇതാണ് നമ്മുടെ സർവീസ്. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. നമ്മുടെ വെബ്സൈറ്റ് www.UAE Auto Loans. ഓക്കെ, താങ്ക് യു.